ഒരു ബേബി പിങ്ക് ടോൺ. അതിനേക്കാളും കുറച്ചൊരു ഇതാട്ടോ ബേബി പിങ്ക് ടോൺ. നമുക്കൊരു കുറച്ചുകൂടെ ഡാർക്ക് പാലറ്റിലാണ് ഈ ഒരു ടോപ്പ് വന്നേക്കുന്നത്. 3 പീസ് സെറ്റ്, നല്ല ക്യൂട്ടായിട്ട് വന്നേക്കുന്ന ഒരു ഡ്രസ്സാട്ടോ. ഇതിനകത്ത് യോക്ക് പോർഷൻ വരെ നമുക്ക് ഹൈലൈറ്റിങ് വരുന്നുണ്ട്. വൈറ്റ് കളേഴ്സിൻ്റെ ഒരു കോമ്പിനേഷൻ, ഫുള്ളായിട്ട് മിഷൻ എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. അതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് സീക്വൻസിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് കൂടി വരുന്നുണ്ട്. ആൻഡ് യോക്ക് പോർഷനിൽ ഒരു കട്ടിങ് കൊടുത്ത് ഗ്യാദേഴ്സ് ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. ഒരു ലൈൻ ലുക്കിൽ വന്നേക്കുന്ന ലോങ് ടോപ്പാട്ടോ ഇതിനകത്ത് പ്ലേസ് ചെയ്തേക്കുന്നത്. ആൻഡ് നമുക്ക് ബോട്ടം വരുന്നുണ്ട്, സ്ട്രൈറ്റ് ഫിറ്റിലാണ് വന്നേക്കുന്നത്. ഞാൻ കുറച്ച് ഹൈറ്റ് കുറവായതുകൊണ്ട് നമുക്ക് ബോട്ടം അത്രയും കാണാൻ പറ്റുന്നില്ല. കുറച്ച് ലെങ്ത് കുറച്ചുകൂടെ ഹൈറ്റൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടെ ആ ഒരു ബോട്ടത്തിൻ്റെ ഒരു ലുക്കും കൂടി കിട്ടും കേട്ടോ. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ട കോട്ടണിലാണ് വന്നേക്കുന്നത്. അതിനകത്തൊരു മിഷൻ എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ആൻഡ് എൻഡിലായിട്ട് ഷിഫ്ലി ഹോൾ ഡീറ്റെയിലിംഗ് ഒക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് മിഷൻ എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ആൻഡ് സ്കാലപ്പ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് 3/4 സ്ലീവ് വരുന്നുണ്ട്. സ്ലീവിൻ്റെ എൻഡിലായിട്ടും സെയിം ആ ഒരു മിഷൻ എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. ഒരു 3/4 സ്ലീവ് കോട്ടണിൽ വന്നേക്കുന്ന സെറ്റ് 3 പീസും കോട്ടണിലാണ് വന്നേക്കുന്നത്. വിത്ത് ലൈനിങ് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു കളർ ഷെയ്ഡും കൂടി അവൈലബിൾ ആട്ടോ. ഞാൻ രണ്ടും എടുത്തേക്കുന്ന കുറച്ചൊന്ന് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളർ ടോൺസ് ആണ്. നെക്സ്റ്റ് വന്നേക്കുന്ന ഈ ഒരു ബ്ലൂ ഷെയ്ഡ്, ഇതിനകത്തും വൈറ്റിൻ്റെ ഒരു കോമ്പിനേഷനാണ് വന്നേക്കുന്നത്. ഫ്രണ്ട് പോർഷൻ ഗ്യാദർ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബാക്കിലും ആ ഒരു ഗ്യാദേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ബാക്ക് ഫുള്ളായിട്ട് വരുന്നുണ്ട്. അല്ല, നമുക്ക് ആ ഒരു സെൻറ്റർ പോർഷനിൽ മാത്രം കട്ടിങ് കൊടുത്തിട്ട് അവിടെയാണ് ഗ്യാദേഴ്സ് പ്ലേസ് ചെയ്തേക്കുന്നത്. ആ ഒരു ഫ്ലെയർഡ് ആയിട്ട് നമുക്ക് ലോവർ പോർഷൻ വരാൻ വേണ്ടിയിട്ട്. ആൻഡ് 3/4 സ്ലീവ്, സ്ലീവിൻ്റെ എൻഡിലും സെയിം വർക്ക് ഡീറ്റെയിലിംഗ്. ആൻഡ് ഈ ഒരു റൗണ്ട് നെക്ക് പാറ്റേണിലാണ് വന്നേക്കുന്നത്. ആൻഡ് ബോട്ടം സ്ട്രെയിറ്റ് ഫിറ്റിൽ വന്നേക്കുന്ന ബോട്ടം വിത്ത് എലാസ്റ്റിക്. ആൻഡ് ഇതിനകത്തും കോട്ടൺ, ഭയങ്കര ലൈറ്റ് വെയ്റ്റ് സോഫ്റ്റ് ആയിട്ട് വന്നേക്കുന്ന കോട്ടൺ ആണ് ദുപ്പട്ടയിൽ വന്നേക്കുന്നത്. നമുക്കൊരു ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ ആട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്നത് നമുക്ക് ഈ ഒരു ഒരെണ്ണം, ഇത് ഡിഫറെൻ്റ് ആയിട്ട് വന്നേക്കുന്ന ഫാബ്രിക്കും പാറ്റേണും ഒക്കെ ആട്ടോ. ഇതിനകത്ത് നമുക്ക് മസ്ലിൻ ഫിനിഷാണ് വന്നേക്കുന്നത്. നല്ല രസമുള്ള ഒരു എംബ്രോയ്ഡറിഡ് ലുക്ക് വരുന്നുണ്ട്. യോക്ക് പോർഷൻ വരെ മൾട്ടി കളർ ത്രെഡ്സ് യൂസ് ചെയ്ത ഒരു ഫ്ലോറൽ ഡീറ്റെയിലിംഗ് ആണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ എൻഡിലായിട്ട് നമുക്ക് ടോപ്പിൻ്റെ സൈഡ് പോർഷനിലും സെയിം നല്ല രസമുള്ള ഒരു മിഷൻ എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സ്ലിറ്റഡ് ലുക്കിലാണ് ഈ ഒരു ടോപ്പ് വന്നേക്കുന്നത്. വിത്ത് കോട്ടൺ ലൈനിങ് വരുന്നുണ്ട്. 3/4 സ്ലീവ്, ബോട്ടം സെയിം നമുക്ക് മസ്ലിൻ ഫിനിഷിൽ തന്നെ സ്ട്രെയിറ്റ് ഫിറ്റ് വിത്ത് എലാസ്റ്റിക് വരുന്നുണ്ട്. അതിന് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ഓർഗൻസയിൽ വന്നേക്കുന്ന ദുപ്പട്ട കേട്ടോ. അതിനകത്തൊരു ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു കാന്തയുടെ ഒരു വീവിങ് കൊണ്ടുവന്നേക്കാണ് ഇതിനകത്ത് സ്ട്രൈപ്സ് ആയിട്ട് ബോർഡർ ഡീറ്റെയിൽ. നല്ല രസമുള്ള ഒരു ലൈറ്റ് വെയ്റ്റ് കാറ്റഗറിയിൽ വന്നേക്കുന്ന ദുപ്പട്ട കേട്ടോ. സെപ്പറേറ്റ്ലി അറ്റാച്ച് ചെയ്തേക്കുന്ന ടാസൽസ്. ഇതിൻ്റെ കോഡ് വരുന്നത് FW341. പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 1,999. ഇതിൻ്റെ ടൈപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് അവർ വെബ്സൈറ്റ് www.aham.store. കാഷ്വൽ വെയർ ആയിട്ടോ നമുക്ക് സെമി ഒക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന അൺസ്റ്റിച്ച് സൽവാർ സെറ്റിൻ്റെ ഒരു കളക്ഷനാണ്. ജാംദാനിയുടെ ഒരു വീവിങ് സ്റ്റൈൽ ആട്ടോ വന്നേക്കുന്ന. ഒരു 5 കളർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഈ ഒരു ടീൽ ബ്ലൂ വരുന്നുണ്ട്, ഒരു ബേജ് ഷെയ്ഡ് ആൻഡ് മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡ്. പിന്നെ വന്നേക്കുന്ന ഈ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാട്ടോ. പിന്നെ ഫൈനലി വന്നേക്കുന്ന ഈ ഒരു പിങ്ക് ഷെയ്ഡ്. നമുക്കിതിൻ്റെ ഓപ്പൺ ചെയ്തിട്ടുള്ള ലുക്ക് നോക്കാം. ഫസ്റ്റ് വന്നേക്കുന്ന ഈ ഒരു പിങ്ക് ഷെയ്ഡ്, ഇതിനകത്ത് പിങ്കിൻ്റെ തന്നെ ഒരു ഡാർക്ക് പാലറ്റ് ത്രെഡും അതിൻ്റെ കൂടെ വയലറ്റിൻ്റെ ഒരു കോമ്പിനേഷനാണ് കൊണ്ടുവന്നേക്കുന്നത്. കുഞ്ഞും മുട്ടുപോലത്തെ ഉള്ളൊരു മോട്ടീഫാണ് ബോഡിയിൽ പ്ലേസ് ചെയ്തേക്കുന്നത്. ആൻഡ് എൻഡിലായിട്ടൊരു ഫ്ലവേഴ്സിൻ്റെയും ലീഫിൻ്റെയും ഒക്കെ ഒരു കോമ്പിനേഷൻ. എൻഡിലായിട്ട് സെറീൻ്റെ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ഈ ഒരു ഫ്ലവേഴ്സിനെ എല്ലാം ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നെ സെറീൻ്റെ ഒരു വീവിങ് സ്റ്റൈൽ വരുന്നുണ്ട്. ദുപ്പട്ടയിൽ നമുക്കൊരു ആഞ്ചൽ പോർഷനിൽ ഒരു ടെമ്പിൾ ലുക്കിൽ വന്നേക്കുന്ന ദുപ്പട്ടയിൽ ആഞ്ചൽ പോർഷനിൽ സെറീൻ്റെ തന്നെ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ടോപ്പിൻ്റെ എൻഡിൽ വന്നേക്കുന്ന ആ ഒരു ഫ്ലവേഴ്സിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് ദുപ്പട്ടയുടെ ആഞ്ചൽ പോർഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആഞ്ചൽ പോർഷനിലും സെൻട്രൽ പോർഷനിലും ഒക്കെ ഒരു പ്ലേസ്മെൻറ്റ് ഡീറ്റെയിലിംഗ് പോലെ ആ ഒരു ജാംദാനിയുടെ വീവിങ് സ്റ്റൈൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഇതിൻ്റെ കൂടെ പേര് ചെയ്തേക്കുന്ന സെറ്റൂളിൽ വന്നേക്കുന്ന ബോട്ടം. നെക്സ്റ്റ് വന്നേക്കുന്ന ഈ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാട്ടോ. ഇതിൻ്റെ ആ ഒരു ഹൈലൈറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു കോമ്പിനേഷൻ ഒരു നേവി ബ്ലൂവിൻ്റെ കൂടെ ഒരു ബ്ലൂവിൻ്റെ തന്നെ ഒരു ലൈറ്റർ ഷെയ്ഡൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ചില ബട്ടർഫ്ലൈൻ്റെ ഒക്കെ ഒരു ലുക്ക് ഈ ഒരു കളർ കോമ്പോയിൽ വരാറില്ലേ, ആ ഒരു നല്ലൊരു പ്രിട്ടി ലുക്കിലാണ് ഈ ഒരു വീവിങ് വന്നേക്കുന്നത്. ആൻഡ് ഇതാണ് ലുക്ക് വരുന്നത്. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് സെറ്റൂളിൽ തന്നെയാണ്. നെക്സ്റ്റ് വന്നേക്കുന്ന ഈ ഒരു യെല്ലോ ഷെയ്ഡ്, അതിനകത്ത് മജന്ത അതിൻ്റെ വയലറ്റിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഫ്ലവേഴ്സ് കൊണ്ടുവന്നേക്കുന്നത്. നല്ല രസമുള്ളൊരു കളർ കോമ്പിനേഷൻ ആട്ടോ. ഫേസൊക്കെ ഒന്ന് ബ്രൈറ്റ് ആക്കുന്ന കളർ ടോണിലും കൂടിയാണ് വന്നേക്കുന്നത്.
നെക്സ്റ്റ് വന്നേക്കുന്ന ഈ ഒരു ബേജ് ഷെയ്ഡാട്ടോ. ഇതിൻ്റെ കൂടെ വന്നേക്കുന്ന ആ ഒരു പ്ലേസ്മെൻറ്റ് നല്ല രസമുണ്ട്. ആ ഒരു ബേജിൻ്റെ കൂടെ ഒരു ഡാർക്ക് പാലറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. മെറൂൺ ആൻഡ് ബ്ലാക്കിൻ്റെ ഒരു കോമ്പിനേഷൻ ആൻഡ് സെൻറ്റർ പോർഷനിലൊക്കെ സെറീൻ്റെ ഒരു ഹൈലൈറ്റിങ് വരുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ഡെയിലി യൂസ് ചെയ്യുന്ന ജ്വല്ലറീസിൻ്റെ കൂടെ സിമ്പിൾ ഒക്കേഷൻസിനൊക്കെ പാർട്ടി പോലുള്ള ഈ ഒരു ഗെറ്റ് ടുഗദർ അല്ലെങ്കിൽ ബർത്ത്ഡേ ഫംഗ്ഷൻസ് അങ്ങനെയുള്ള കുഞ്ഞു ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാട്ടോ. ക്യാഷ് ലുക്കിലും നമുക്കൊരു ഓഫീസ് വെയറായിട്ടൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ലുക്ക്. ആൻഡ് ഫൈനലി വന്നേക്കുന്നത് ഈ ഒരു ടീൽ ബ്ലൂ ഷെയ്ഡാട്ടോ. ഇത് നമ്മൾ ഗ്രീനിനകത്ത് കണ്ട ആ ഒരു കളർ കോമ്പിനേഷൻ അല്ലേ, നേവീൻ്റെ ബ്ലൂവിൻ്റെ തന്നെ ഡാർക്ക് ആൻഡ് ലൈറ്റർ കോമ്പിനേഷൻ. ആ ഒരു ലുക്കാണ് ഇതിനകത്തും ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. പല്ലുവിൻ്റെ ആഞ്ചൽ പോർഷനിൽ വരുന്ന ലുക്ക്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്ന LV472. പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 2799. ഇതിൻ്റെ ട്രിപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്കർ വെബ്സൈറ്റ് www.aham.star. ഫ്ലോറൽ ലുക്കിലും അതുപോലെ തന്നെ ഒരു ജോമെട്രിക്കൽ പാറ്റേണിൽ വന്നിട്ടുള്ള കാഞ്ചീപുരം ലുക്കിൽ വന്നിട്ടുള്ള ബനാറസി സിൽക്ക് സാരീസിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഒത്തിരി ഷെയ്ഡ്സും കൂടെ വരുന്നുണ്ട്. നമുക്ക് എല്ലാത്തിൻ്റെ ഓപ്പൺ ചെയ്തിട്ടുള്ള ലുക്ക് നോക്കാം. ആൻഡ് ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു കോമ്പിനേഷനാണ്. നമുക്ക് കാഞ്ചീപുരം ലുക്കിലൊക്കെ കാണുന്ന ഒരു യൂണിക് കളർ കോമ്പിനേഷനും കൂടിയാണ്. ആൻഡ് ഇതിൻ്റെ അട്രാക്റ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു കോൺട്രാസ്റ്റ് ലുക്കിൽ നിൽക്കുന്ന ബോർഡർ ഡീറ്റെയിലിങ്ങും അതുപോലെ തന്നെ പല്ലുവാണ് കേട്ടോ. ബോർഡർ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ജോമെട്രിക്കൽ പാറ്റേൺ ആണ് ബോർഡർ ഡീറ്റെയിലിംഗ് വരുന്നത്. ബോഡി പോർഷൻ നോക്കുകയാണെങ്കിൽ ഫുൾ നമുക്ക് സെറിയുടെ തന്നെ ലീഫിൻ്റെ പാറ്റേൺ കൊണ്ടുവരുന്നുണ്ട്. അത് സിൽവർ സെറിയുടെയും വരുന്നുണ്ട്, അതുപോലെ ത്രെഡ്സിൻ്റെയും ഒരു വീവിംഗ് സ്റ്റൈൽ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. പല്ലു പോർഷൻ വന്നിട്ടുള്ളത് ഈ ഒരു പാറ്റേൺ കേട്ടോ. പല്ലു ഫുൾ ഒരു ബ്രൊക്കേഡ് സ്റ്റൈൽ, ഒരു ജോമെട്രിക്കൽ സ്റ്റൈലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ബ്ലൗസ് പീസ് വരുന്നത് സോളിഡ് വിത്ത് ബോർഡർ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. നല്ലൊരു കളർ കോമ്പിനേഷൻ കൂടിയാണ്. ഈ ഒരു കോൺട്രാസ്റ്റ് ലുക്കിലും കൂടെ ആയതുകൊണ്ട് എല്ലാ സ്കിൻ ടോണിനും ഒരുപോലെ ചേർന്ന് പോകുന്ന ഒരു ഷെയ്ഡും കൂടിയാണ്. ഇതാണ് ഫസ്റ്റ് ലുക്ക് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു കോമ്പിനേഷൻ ആയിട്ട് ഒരു ലൈറ്റ് യെല്ലോയുടെയും അതുപോലെ തന്നെ മജന്തയുടെയും കോമ്പിനേഷൻ. ഈ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് കുറച്ചൊന്ന് അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിനുള്ളിലും ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബോഡി പോർഷൻ നോക്കുകയാണെങ്കിലും സെയിം നമുക്ക് ആ ലീഫിൻ്റെ പാറ്റേൺ ആണ് കേട്ടോ. അതും സിൽവർ ജെറിയുടെ ഒരു വീവിംഗ് സ്റ്റൈലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ഇതാണ് പല്ലു വരുന്നത്. കുറച്ചൊന്ന് ബ്രോഡായിട്ട് നിൽക്കുന്ന പല്ലു ഡീറ്റെയിലിംഗാണ്. അതിനുള്ളിൽ നമുക്കൊരു ഫ്ലോറലിൻ്റെയൊക്കെ പാറ്റേൺ നമ്മൾ പണ്ട് മുതലേ കാണുന്ന കാഞ്ചീപുരം സാരീസിലൊക്കെ കാണുന്ന ആ ഒരു സ്റ്റൈലിലാണ് ഇതിൻ്റെ പല്ലു ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു രസമുള്ളൊരു കളക്ഷൻസും കൂടിയാണ്. ആൻഡ് ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത് സോളിഡ് വിത്ത് ബോർഡർ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു ടിഷ്യൂവിൻ്റെ ഫീലിംഗ് കൂടെ വരുന്നുണ്ട്. ബ്ലൗസ് കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ബ്രൈഡ്സിൻ്റെ പാരൻസൊക്കെ ആണെങ്കിൽ കുറച്ചൊന്ന് ഹെവി ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ബ്ലൗസിൽ മിനിമൽ ഹാൻഡ് വർക്കൊക്കെ പ്ലേസ് ചെയ്താലും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് വേറെ ചെയ്ത് പോകാൻ പറ്റുന്ന സാരീസും കൂടെയാണ്. ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡും കൂടെ നോക്കാം. നെക്സ്റ്റ് ഒരു നല്ലൊരു കളർ കോമ്പിനേഷനാണ് കേട്ടോ. ഇതിൽ നമുക്ക് സാരി ത്രൂ ഔട്ട് ഒരു ജോമെട്രിക്കൽ സ്റ്റൈലാണ് കൊണ്ടുവന്നത്. പക്ഷേ ബോർഡർ ഡീറ്റെയിലിംഗ് നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലോറൽ സ്റ്റൈലാണ് കേട്ടോ. ആൻഡ് ഇതാണ് പല്ലു പോർഷൻ വരുന്നത്. കുറച്ചൊന്ന് ബ്രോഡായിട്ട് നിൽക്കുന്ന പല്ലു, അതിനുള്ളിലും ഒരു ഫ്ലോറലിൻ്റെയും അതുപോലെ തന്നെ പേസ്ലിയുടെയൊക്കെ ഒരു ലുക്ക് പല്ലു പോർഷനിൽ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ബ്ലൗസ് പീസ് നോക്കുകയാണെങ്കിൽ സോളിഡ് വിത്ത് ബോർഡർ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. നല്ലൊരു കളർ കോമ്പിനേഷനും കൂടെ നമ്മൾ കാഞ്ചീപുരം സാരീസിലൊക്കെ കാണുന്ന ആ ഒരു കളർ കോമ്പിനേഷനാണ് ഇതിൽ മിക്ക സാരീസിലും കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ഇതാണ് നെക്സ്റ്റ് ലുക്ക് വരുന്ന സാരി. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീനിൻ്റെയും അതുപോലെ തന്നെ പീകോക്ക് ബ്ലൂവിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ വന്നിട്ടുള്ള സാരീസാണ്. ബോഡിയിലും സെയിം ആ ഒരു ജോമെട്രിക്കൽ സ്റ്റൈൽ തന്നെയാണ് കൊണ്ടുവരുന്നത്. പല്ലു നോക്കുവാണെങ്കിലും ആ ഒരു ഫ്ലോറലിൻ്റെയും അതുപോലെ തന്നെ ജോമെട്രിക്കൽ സ്റ്റൈലൊക്കെ സിക്സ് ആറ്റ് പാറ്റേൺ ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബ്ലൗസ് പീസ് നമുക്കിതിലെല്ലാത്തിലും സോളിഡ് പക്ഷേ വിത്ത് ബോർഡർ ഡീറ്റെയിലിംഗ് കൂടെ വരുന്നുണ്ട്. ഇപ്പോൾ എൽബോയുടെ സ്ലീവ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിച്ച്നെസ് ലുക്കിൽ വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന സാരീസും കൂടെയാണ്. ഇതാണ് നെക്സ്റ്റ് ലുക്ക് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കോമ്പിനേഷനാണ്. എനിക്ക് ഇതിൻ്റെ ബോർഡർ ഡീറ്റെയിൽ എന്നിട്ടുള്ള ഈ ഒരു കളർ കോമ്പിനേഷനാണ് ഇഷ്ടപ്പെട്ടത്. കുറച്ചൊന്ന് ഡാർക്ക് ടോണിൽ നിൽക്കുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ്റെ കോമ്പിനേഷൻ. അതിനുള്ളിലാണ് ആ സെറിയുടെ ഒരു വീവിംഗ് സ്റ്റൈൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് തന്നെ. ഇതിലൊരു സ്ട്രൈപ്സ് പാറ്റേൺ ആണ് നമുക്ക് സാരി ത്രൂ ഔട്ട് കൊണ്ടുവന്നത് കേട്ടോ. ആൻഡ് ഇതിൻ്റെ പല്ലു പോർഷൻ വന്നിട്ടുള്ളത് ഈ ഒരു സ്റ്റൈലാണ്. അതിനുള്ളിൽ ഒരു ജോമെട്രിക്കൽ സ്റ്റൈൽ വരുന്നുണ്ട്. കുറച്ചൊന്ന് ബ്രോഡായിട്ട് നിൽക്കുന്ന ബോർഡർ ഡീറ്റെയിലിംഗ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ് സോളിഡ് വിത്ത് ബോർഡർ ഡീറ്റെയിലിംഗ് കൊണ്ട് വന്നിട്ടുള്ള ബ്ലൗസ് പീസാണ്. ആൻഡ് ലാസ്റ്റ് വൺ വരുന്നത് ഈ ഒരു കോമ്പിനേഷനാണ് കേട്ടോ. നമ്മൾ കാഞ്ചീപുരത്തിൻ്റെയൊക്കെ ആ ഒരു ലുക്കിൽ തന്നെയാണ് ഇത് കാണിച്ച എല്ലാ സാരീസിൻ്റെയും സ്റ്റൈല് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ വൺ ടൈം സാരീസായിട്ടൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ധാവണിയായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരീസ് കൂടെ. ധാവണിയായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിക്ക് കിടക്കുന്ന നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയലും കൂടെയാണ് കേട്ടോ. ഇതാണ് ലാസ്റ്റ് ലുക്ക് വരുന്ന സാരി. ഇതിലും സെയിം ആ ഒരു സ്ട്രൈപ്സ് പാറ്റേൺ വരുന്നുണ്ട്. വിത്ത് ബോർഡർ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. കുറച്ചൊന്ന് ബ്രോഡായിട്ട് നിൽക്കുന്ന ബോർഡർ ഡീറ്റെയിൽ, അതിനുള്ളിൽ ഒരു ഫ്ലോറൽ പാറ്റേൺ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. ബ്ലൗസ് പീസ് വരുന്നത് സോളിഡ് വിത്ത് ബോർഡർ ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് PHU127 എന്ന കോഡ്. പ്രൈസ് റേഞ്ച്
4799 ആണോ. ഞാൻ കാണിച്ച ഓരോ സാരീസിലും ചെറിയൊരു വേരിയേഷൻ പ്രൈസിൽ വരുന്നുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും കോഡും ഡീറ്റെയിലും വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ വീഡിയോയുടെ തൊട്ട് താഴെയും ലിങ്കും കൊടുത്തിട്ടുണ്ടായിരിക്കും. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store.